ഹലോ. അപ്പം കുറച്ച് ദിവസമായി ഞാൻ വ്ളോഗൊക്കെ ഇട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇന്ന് നമുക്കൊരു ഉദ്ഘാടനം ഉണ്ട്, ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഇൻവൈറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഉമ്മൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്, ജ്വല്ലറിയാണ് തുറക്കുന്നത്. അപ്പോൾ അതിന് ഇനോഗ്രേഷൻ ചെയ്യാൻ വരുന്നത് നമ്മുടെ ആക്ടേഴ്സായ അതിഥി രവിയും പിന്നെ സോസിയയുമാണ്. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇവരെ അറിയാൻ മതിയാവും, സീരിയലും ഫിലിമൊക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ആക്ടേഴ്സാണ് ഇവർ രണ്ടാളും. എന്ത് സുന്ദരിയാണെന്നറിയോ, നേരിൽ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു അതിഥി രവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോസിയയും കുഴപ്പമില്ല, നല്ല എന്താ നമ്മൾ ഇതിൽ കാണുന്ന മാതിരി നല്ല ക്യൂട്ട് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇവരെ കാണാൻ. അങ്ങനെ പിന്നെ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. സംസാരിക്കാം. സ്വാസിക, എന്താ പറയാനുള്ളത്? ഓണമൊക്കെയാണ്, വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ നിന്ന് വന്നതാണെന്ന് അറിയാം. സോ എ ഫ്യൂ വേർഡ്സ്. നമസ്കാരം എല്ലാവർക്കും, ഹാപ്പി ഓണം. നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാളെ 2 ദിവസം കൂടി കഴിഞ്ഞ് നമ്മളെല്ലാവരും ഓണത്തിന്റെ ആ ഒരു ഫുൾ ഓൺ സെലിബ്രേഷനിലേക്ക് പോകും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ, ഓണ സമയത്ത് തന്നെ നിങ്ങളെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഈ ഒരു ഇനോഗ്രേഷൻ അവരുടെ 4ാമത്തെ ഷോറൂമാണ്. അത് ഏറ്റവും നല്ല ടെക്നോളജി, ഡിജിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഇവരുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലപോലെ എല്ലാവരും യൂസ്ഫുൾ ആക്കുക, യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും ഞങ്ങളെ ഈ ഒരു ഇനോഗ്രേഷനെ വിളിച്ചതിന് 2 പേരും സ്പർശ സംബന്ധിച്ച് 4ാമത്തെ ഷോറൂം കാലിക്കറ്റിന്റെ മണ്ണിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചതിന്റെ അതിയായ സന്തോഷത്തിലും ഒപ്പം തന്നെ അഭിമാനത്തിലുമാണ്. എല്ലാവരും പറയുന്നത് പോലെ കാലിക്കറ്റിലുള്ള ആളുകൾ നല്ല ഭക്ഷണവും നല്ല സ്നേഹവും അതുപോലെ തന്നെ ഒരുപാട് വാത്സല്യം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ദൈവാനുഗ്രഹിച്ച് തൊട്ടടുത്ത് തന്നെ നമ്മുടെ അരക്കണ്ണ ഷോപ്പുണ്ട്. ഒപ്പം തന്നെ മാത്രം അത് ഓപ്പൺ ചെയ്യാൻ, പുതിയൊരു ഷോറൂം ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചത്. പിന്നെ സോസിയനോടൊന്ന് പാട്ട് വെച്ചിട്ട് ഡാൻസൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തായാലും ആ പാട്ട് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നില്ല, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്ത്. അല്ലാതെ എനിക്ക് നല്ല അടിപൊളി പാട്ടിന് ഡാൻസാണ് കളിക്കുന്ന ആൾ. അപ്പോൾ എനിക്ക് അതെന്തായാലും വെക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടെന്ന് വെച്ചാൽ ഒരു അഹങ്കാരമോ അങ്ങനെ ഒന്നുമില്ല, ഒരു ജാടയില്ല കേട്ടോ. ചില ആക്ടേഴ്സൊക്കെ വന്നാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡായിരിക്കും, പക്ഷേ ഇവർ എന്താണെന്നറിയില്ല, എല്ലാവരോടും നല്ല ചിരിച്ച് ഷേക്ക് ഒക്കെ തന്നിട്ടാണ് കേട്ടോ അവർ ആ ഒരു പരിപാടി അടിപൊളിയാക്കിയത്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പുള്ളത് കേട്ടോ. അപ്പം കുറച്ച് ടൈം നമ്മുടെ ആ മാത്തോട്ടത്തെ വരെ ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഗംഭീരാക്കി ഈ ഒരു ഫംഗ്ഷൻ. ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാളെ ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓണത്തിന്റെ ആ ഒരു ഫുൾ ഓൺ സെലിബ്രേഷനിലേക്ക് പോകും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ, ഓണ സമയത്ത് തന്നെ നിങ്ങളെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഈ ഒരു ഇനോഗ്രേഷൻ അവരുടെ 4ാമത്തെ ഷോറൂമാണ്. അതും ഏറ്റവും നല്ല ടെക്നോളജി, ഡിജിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം അല്ലെങ്കിൽ. So thank you so much and take care. Happy Onam. And what about you, Aditi? എല്ലാവർക്കും നമസ്കാരം. അതിനിടയിൽ പറയാനുള്ളത്, അമേരിക്കയിലോ ലണ്ടനിലോ എന്തോ ഒരു ത്രില്ലർ സിനിമയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണല്ലോ അല്ലെ? എവിടെയായിരുന്നു? യുകെയിലായിരുന്നു. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ മലയാളികൾ ഇപ്പോ ഉള്ള സ്ഥലമാണ് ഇപ്പൊ UK. അപ്പൊ വളരെയധികം എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാസിക പറഞ്ഞ പോലെ ഓണ സീസൺ ആണ്. അപ്പോൾ ഓണത്തിന്റെ സമയത്ത് ഞാനും കരുതിയത് എല്ലാവരും വീട്ടിലൊക്കെ ആയിരിക്കും. പ്രാർത്ഥനകൾ ഉണ്ടാവണം, ആശംസകൾ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ കൂടെ ഇത്ര നാളും. പിന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇവർ നല്ല അടിപൊളി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു, സ്നാക്സ് ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇവരും പിന്നെ കുറച്ച് ടീംസും മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. കാരണം അത്രയും സ്പേസേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. എല്ലാവരും കൂടി കയറി കഴിഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ
ഇവർ 4ാമത്തെ ഷോറൂമാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത്. കൊച്ചി, മലപ്പുറം, പിന്നെ കോഴിക്കോട് 2 അങ്ങനെയൊക്കെ ആയിട്ടാണ്. അവർക്ക് വേറെ ഇനോഗ്രേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിനൊക്കെ പോകാനുള്ള തിരക്ക് കൂട്ടുന്നുണ്ട്. പിന്നെ ഇവരെ പാർട്ട്നേഴ്സൊക്കെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന ആ ഷോള് ചുറ്റിയ ആളില്ലേ, അതാണ് ഉമ്മൻ്റെ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഒരുപാട് പാർട്ട്നേഴ്സുണ്ട്. അങ്ങനെ അവരൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഒരാൾക്ക് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ശരിക്കും വീഡിയോസ് ഒന്നും എടുക്കാൻ നല്ലോണം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കമ്മലും വളമൊക്കെ ആയിട്ട് ഡയമണ്ടിൻ്റെ ആ ഒരു സെക്ഷനാണ്. ഈ ഒരു കമ്മലൊക്കെ ഡയമണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഒക്കെ. അങ്ങനെ അവർ അതിൻ്റെ വിലയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ചോദിക്കുന്നതനുസരിച്ചിട്ട്. അപ്പം അതൊക്കെ സെയിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നല്ല നീര് ചെയിനുകൾ അതൊക്കെ ഡയമണ്ടിലാണ്. ഇതൊക്കെ വളകളാണ് കേട്ടോ. അതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, എന്താ നേരിയ ചെയിനായിട്ട്. പക്ഷെ എൻ്റെ ഫോണിൽ അത്ര ക്ലിയറിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് അതൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്ക്, നമുക്കൊന്നും ചോദിച്ചറിയാനോ അങ്ങനെ ഒന്നും കഴിയണില്ല, അത്രയും തിരക്കുണ്ടായിരുന്നു. പല ഡിസൈൻ മോഡലിലുണ്ട് കേട്ടോ വളകളൊക്കെ. നമ്മളതിനനുസരിച്ചിട്ട് പറഞ്ഞിട്ട് ചെയ്യിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മോതിരങ്ങളൊക്കെ ആണെങ്കിൽ എന്തൊരു ഭംഗിയുള്ള സൈസാണ് അതൊക്കെ കാണാൻ. അതൊന്നും ഒരു ബോർഡ് പുറത്തേക്കൊന്നും എടുത്ത് വെക്കുന്നില്ല, തിരക്ക് കാരണമായിരിക്കും. പിന്നെ ചെയിൻ്റെ ആ സെക്ഷനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അങ്ങനെ പുറത്ത് അടിപൊളി, ഞാൻ പറഞ്ഞില്ലേ ആ ആക്ടേഴ്സൊക്കെ പോയിട്ടും പുറത്ത് അത്രയും ആൾക്കാർ തന്നെയായിരുന്നു. അപ്പം നല്ല അടിപൊളി ഗ്രാൻഡ് ഓപ്പണിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.